ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് എന്നും നിലനിൽക്കുന്നതാണോ അതോ ഈ ഒരു റിലേഷൻഷിപ്പ് നഷ്ടപ്പെട്ടു ഒന്നാണോ എന്നുള്ളതാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കാം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, രാവിലെസ് ആണ്, ജെൻഡർലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്ക് ഇത് റെസിനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതിൽ വരുന്ന ക്ലൂസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക. ഇനി റെസിനേറ്റ് ചെയ്യുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസിനേറ്റ് ചെയ്യാതിരിക്കുക, സ്കിപ്പ് ചെയ്ത് പോവുക, പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക, നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുക. ഈ ഒരു ബന്ധം, ഈ ഒരു വ്യക്തിയുമായിട്ടുള്ള ബന്ധം എന്നും നിലനിൽക്കുന്നതാണോ അതോ ഇത് നഷ്ടപ്പെട്ടു പോകുന്നതാണോ എന്നുള്ളൊരു കാര്യമാണ് നമ്മളോട് നോക്കുന്നത്. ഈ ഒരു റിലേഷൻഷിപ്പ് എന്നും നിലനിൽക്കുന്നതാണോ അതോ അത് നഷ്ടപ്പെട്ടു പോകുന്ന ഒന്നാണോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഈ ഒരു വ്യക്തിയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എന്നും നിലനിൽക്കുന്നതാണോ അതോ നഷ്ടപ്പെട്ടു പോകുന്ന ഒന്നാണോ എന്നുള്ളതാണ്. വ്യക്തിയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എന്നും നിലനിൽക്കുന്നതാണോ അതോ ഇത് നഷ്ടപ്പെട്ടു പോകുന്ന ഒന്നാണോ എന്നുള്ളതാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു റിലേഷൻഷിപ്പ് എന്നും നിങ്ങളോടൊപ്പം ഉണ്ടാകുമോ, അല്ലെങ്കിൽ ഇത് ഒരു കുറച്ച് നാളുകൾക്ക് ശേഷം നിങ്ങളെ വിട്ടിട്ട് പോകാനുള്ള ഒരു റിലേഷൻഷിപ്പ് ആണോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. മാസ്റ്റർ കാർഡ് നമുക്ക് കിട്ടിയിട്ടുള്ളത് 3 of Cups ആണ് നമുക്കിവിടെ മാസ്റ്റർ കാർഡായിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ്. അപ്പോൾ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പ് എന്നും നിങ്ങളോടൊപ്പം ഉണ്ടാകുമോ അല്ലെങ്കിൽ നിങ്ങളോടൊപ്പം നിലനിൽക്കുമോ എന്നുള്ളൊരു കാര്യമാണ് നമ്മളിവിടെ നോക്കുന്നത്. പക്ഷെ നമ്മളിവിടെ കാണുമ്പോൾ നമുക്കൊരു ഓവറോൾ എനർജി നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകുന്നത് ഇപ്പോൾ നിങ്ങൾ ഈ ഒരു പേഴ്സണുമായിട്ട് നല്ലൊരു രീതിയിലല്ല നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഉള്ളത് എന്നാണ് കാണാനായിട്ട് വരുന്നത്. അത് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ വന്നിട്ട് ഇത് കംപ്ലീറ്റ്ലി എൻഡായി എന്ന് നിങ്ങളും അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണും വിശ്വസിക്കുന്ന ഒരു അവസ്ഥ ആയിരിക്കാം എന്നുള്ളതാണ്. കൂടുതൽ പേർക്കും അതാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. പിന്നെ കുറച്ച് ആളുകൾക്ക് ചിലപ്പോൾ നോ കോണ്ടാക്റ്റോ അല്ലെങ്കിൽ കോണ്ടാക്ട് ഉണ്ടെങ്കിൽ തന്നെ നല്ലൊരു ആ വൈബ് കിട്ടാത്ത രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളുകളെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പം ഒത്തിരി ആളുകളുടെയും ഒരു എനർജി വരുന്നത് കംപ്ലീറ്റ്ലി എൻഡായി എന്ന് ചിന്തിക്കുന്നു. രണ്ടുപേരും ഈ റിലേഷൻഷിപ്പിന്റെ രണ്ടു വശത്ത് സൈലന്റ് ആയിട്ടിരിക്കുന്നു. ആ രീതിയിലുള്ള എനർജീസ് ആണ് നമുക്ക് കൂടുതൽ കാണാനായിട്ട് വരുന്നത്. അപ്പം ഓവറോൾ എനർജിയിൽ നിങ്ങളുടെ ഒരു സിറ്റുവേഷൻ നോക്കുമ്പോൾ നമുക്ക് അതാണ് കാണുന്നത്. ഒരു കാർമിക് ഷിഫ്റ്റ് ആണ് ഇവിടെ നടന്നിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നത്തിൽ പെട്ട് വളരെയധികം വിഷമിച്ച് ഇനി നിങ്ങൾക്ക് ഇതിൽ നിന്നൊരു ഡീപ്പ് ഹീലിംഗ് ആവശ്യമായിരിക്കുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് വന്നിരിക്കുന്ന വീൽ ഓഫ് ഫോർച്യൂണിന്റെ ഒരു കാർഡാണ്. അത് തന്നെ ഒരു പുതിയ വഴിയിലേക്ക് പോകുന്ന റിലേഷൻഷിപ്പ് എന്നുള്ളതാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. ഒരു വിധിയുടെ ഒരു കാർഡാണ്. അതായത് സിറ്റുവേഷൻസ് ടേൺ ആകും, സഡൻ പെട്ടെന്നായിരിക്കും അത് സംഭവിക്കുക എന്നുള്ളതാണ്. ഈ ഒരു സമയം, നിങ്ങളുടെ ഒരു സമയം ഇമ്പ്രൂവ് ആകുന്ന സമയത്ത് സിറ്റുവേഷൻസ് പെട്ടെന്ന് തന്നെ ടേൺ ആകും. നിങ്ങൾ ഒട്ടും അതായത് ഇപ്പോൾ ഒരു ഹോപ്പും ഇല്ലാതെ നിൽക്കുന്ന ഒരു അവസ്ഥയിലാണെന്നുണ്ടെങ്കിൽ പോലും ആ ഒരു സിറ്റുവേഷൻ പെട്ടെന്ന് മാറി മറിയുന്ന ഒരവസ്ഥ, നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിൽ ആ സിറ്റുവേഷൻ മാറി മറിയും എന്നുള്ളതാണ് കാണുന്നത്. അപ്പൊ റിലേഷൻഷിപ്പിൽ ഒരു മേജർ പോസിറ്റീവ് ഷിഫ്റ്റ് വരുന്നു നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിൽ. അത് തന്നെയാണ് വീണ്ടും വീണ്ടും നമുക്ക് ഈ ഒരു വീൽ ഓഫ് ഫോർച്യൂൺ കാർഡിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പം ഈ ഒരു റിലേഷൻഷിപ്പിൽ നമുക്ക് എടുത്ത് പറയാനായിട്ട് പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്കാണോ, നിങ്ങളുടെ സൈഡിൽ നിന്നാണോ നിങ്ങളുടെ പേഴ്സന്റെ സൈഡിൽ നിന്നാണോ എന്ന് കറക്റ്റായിട്ട് നമുക്ക് അറിയാനായിട്ട് പറ്റുന്നില്ല, എങ്കിലും ഒരു ഇമോഷണൽ ഡിസ്റ്റൻസ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് ചില കാര്യങ്ങൾ നിങ്ങളോട് പറയാതിരിക്കുകയോ, ചില കാര്യങ്ങൾക്ക് ക്ലാരിറ്റി തരാതിരിക്കുകയോ, സത്യം പറയാതിരിക്കുക, മൂടി വെക്കുക, അല്ലെങ്കിൽ കുറേ കാര്യങ്ങൾക്ക് ബൗണ്ടറീസ് ക്രിയേറ്റ് ചെയ്യുക, ഇങ്ങനെ തുടങ്ങിയ കാര്യങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് വന്നിട്ടുണ്ട് എന്ന് മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ അങ്ങനെ ഓരോ കാര്യങ്ങൾക്ക് ക്ലാരിഫിക്കേഷൻ ചോദിച്ചപ്പോൾ ആയിരിക്കാം ഈ ഒരു പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ തരാനായിട്ട് അവർക്ക് ഒരു ആൻസർ ഉണ്ടായില്ല. അപ്പോൾ ആ സമയത്ത് അവർ കുറേ ബൗണ്ടറീസ് കീപ്പ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു ദേഷ്യത്തിന്റെ ഭാവത്തിലൊക്കെ അത് എക്സ്പ്രസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പിന്നെ നമ്മളൊരു ക്ലാരിറ്റി ചോദിക്കാനായിട്ട് ചെല്ലുകയില്ലല്ലോ. അപ്പോൾ ആ ഒരു രീതിയിലൊക്കെ പിന്നെ അതേ തുടർന്നുള്ള ക്ലാഷസും കാര്യങ്ങളും വഴക്കുകളൊക്കെ ആയിരിക്കാം വന്നിട്ടുണ്ടാവുക ഈ ഒരു റിലേഷൻഷിപ്പിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ. അപ്പോൾ ആ ഒരു കാര്യങ്ങൾ എന്തൊക്കെയാണോ ആ ഒരു കാര്യങ്ങളൊക്കെ ഓപ്പണായി പറയേണ്ടതുണ്ട് എന്നുള്ളതാണ്. അതൊരു അത്യാവശ്യമായ ഒരു കാര്യമാണ്. ഒരു ക്ലാരിറ്റി ഈ റിലേഷൻഷിപ്പിൽ വരുത്തേണ്ടത് അത്യാവശ്യമാണ് എന്നുള്ളതാണ് നമുക്ക് ഇവിടെ ഒരു ഗൈഡൻസ് മെസ്സേജ് പോലെ നമുക്ക് കിട്ടുന്നത്. പിന്നെ ഓഫ് കോഴ്സ് ഡെത്ത് കാർഡ് വരുമ്പോൾ തന്നെ
ഒരു പുതിയ ഓൾഡായിട്ട് ആ പഴയതെല്ലാം പോയിക്കൊണ്ടിരുന്ന ആ ഒരു പാറ്റേണേ മാറിപ്പോകുന്നു. പുതിയൊരു ചാപ്റ്റർ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു എന്നുള്ളതാണ്. ഇനി ആ ഒരു പുതിയ ചാപ്റ്റർ വന്നു കഴിയുമ്പോൾ അവിടെ ഒരു ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇപ്പോൾ ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ അതായത് പാസ്റ്റിൽ പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ രണ്ടുപേരും നല്ല രീതിയിൽ സ്മൂത്ത് ആയിട്ട് റിലേഷൻഷിപ്പിൽ വരുന്നു. കുറച്ച് കഴിയുമ്പോൾ ഒരു ബ്രേക്കപ്പിലേക്ക് പോകുന്നു. പിന്നീട് കുറേ നാളുകൾക്ക് ശേഷം വീണ്ടും നിങ്ങൾ അത് ഒരുമിച്ച് ചേരുന്നു. പിന്നെയും ഒരു ഓൺ ആൻഡ് ഓഫിലേക്ക് പോയി, പിന്നെ അതൊരു ബ്രേക്കപ്പിലേക്ക് പോയി, നോ കോണ്ടാക്റ്റിലേക്ക് പോയി, പിന്നെയും വീണ്ടും നിങ്ങൾ തിരിച്ചു വരും. അങ്ങനെ ഒരു രീതിയിലായിരിക്കും നിങ്ങൾ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിനെ ഓർത്തിട്ട് ഫെഡപ്പായി നിൽക്കുന്ന ഒരു അവസ്ഥയായിരിക്കാം. അപ്പൊ ശരിക്കും ഇവിടെ കാണുന്നത് ഇനി ഒരു ബ്രേക്കപ്പ്, ഇനി ഒരു റീയൂണിയൻ ഉണ്ടായതിനു ശേഷം നിങ്ങളുടെ ലൈഫിൽ ഒരു ബ്രേക്കപ്പ് ഉണ്ടാവില്ല എന്നുള്ളതാണ് നമുക്കിവിടെ പറയാനായിട്ട് പറ്റുന്നത്. ഒരു പുതിയ ചാപ്റ്ററാണ് തുറന്നു വരുന്നത് നിങ്ങളുടെ മുന്നിലേക്ക്. ആ ഒരു ടോക്സിക് എനർജി ഉണ്ടായിരുന്നുവെങ്കിൽ അതെല്ലാം ഇവിടെ അവസാനിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്തുണ്ടായിരുന്ന ആ ടോക്സിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ അവസാനിക്കുകയാണ് എന്നുള്ളതാണ് യൂണിവേഴ്സ് നമുക്ക് കാണിച്ചു തരുന്നത്. പിന്നെ ഇവര് നിങ്ങളെ വളരെ ക്ലോസ് ആയിട്ട് ഈ ഒരു സമയത്ത് ഒബ്സർവ് ചെയ്യുന്നു എന്നുള്ള ഒരു എനർജി നമുക്ക് വരുന്നുണ്ട്. അപ്പൊ നിങ്ങളുമായിട്ട് ചിലപ്പോൾ നോ കോണ്ടാക്റ്റിലായിരിക്കാം ഈ ഒരു പേഴ്സൺ. നിങ്ങൾ എന്താണ് ചെയ്യുന്നത്, നിങ്ങൾക്ക് ഇനി വേറെ റിലേഷൻഷിപ്പിലേക്ക് നിങ്ങൾ പോയോ, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത നെക്സ്റ്റ് ആക്ഷൻ എന്താണ് എന്നൊക്കെ ഇവർ നിങ്ങളെ സ്പൈ ചെയ്യുന്നുണ്ട്. സൈലന്റ് ആയിട്ടിരുന്ന് അവർ നിങ്ങളെ വാച്ച് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ഒബ്സർവിങ് അതോടൊപ്പം തന്നെ ഒരു വെയിറ്റിംഗ് എനർജിയിലുമാണ്. എന്നിട്ട് കാര്യങ്ങൾ വിലയിരുത്തുകയാണ്. അതായത് കഴിഞ്ഞു പോയ കാര്യങ്ങളിൽ തനിക്ക് വന്നിട്ടുള്ള തെറ്റുകളും അല്ലെങ്കിൽ ഓരോ പ്രശ്നങ്ങളും അല്ലെങ്കിൽ ലൈഫിൽ കടന്നുപോയ ഓരോ സിറ്റുവേഷൻസും അവർ വിലയിരുത്തി അതിൽ നിന്ന് എന്തൊക്കെയാണ് നല്ലത് ചീത്ത ഈ കാര്യങ്ങളെല്ലാം അവർ ഒബ്സർവ് ചെയ്ത് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അവരെ തന്നെ മനസ്സിലാക്കുന്ന ഒരു സമയമാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പം അവര് പിന്നെ നമുക്കൊരു ക്യൂൻ ഓഫ് പെന്റക്കിൾസിന്റെ ഒരു കാർഡ് വരുന്നുണ്ട്. അത് നിങ്ങൾ സേഫായ ഒരു പ്ലേസിലേക്ക് മാറുന്നു എന്നുള്ളതാണ് നമുക്ക്. അപ്പൊ നിങ്ങളെ ഒരു സ്റ്റേബിൾ ആയിട്ട് ഒരു ലോയൽ ആയിട്ട് ഒക്കെ അവർ കാണുന്നുണ്ട്. ഒരു ലോങ് ടൈം പാർട്ട്ണറായിട്ട് നിങ്ങൾ വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ നിങ്ങളെ ആ ഒരു ലോങ് ടൈം കമ്മിറ്റ്മെന്റ്സിലേക്ക് കൊണ്ടുപോകാനായിട്ട് ഈ ഒരു വ്യക്തി വളരെയധികം ആഗ്രഹിക്കുന്ന എനർജീസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ നമുക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് നിങ്ങളോടൊപ്പം ഉണ്ടാകുമോ എന്നുള്ളതാണ് നമ്മളിവിടെ ചോദിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു കറണ്ട് സിറ്റുവേഷൻ നോക്കുമ്പോൾ വളരെ എൻഡായി നിൽക്കുന്ന, ഇനി ഒരു പ്രതീക്ഷയുമില്ലാതെ നിൽക്കുന്ന കുറച്ച് ആളുകളുടെ എനർജീസ് ആണ് നമുക്കിവിടെ വരുന്നത്. അതിൽ വീണ്ടും ഒരു റീസ്റ്റാർട്ട് വരുന്നത് തന്നെയാണ് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത്. അപ്പം ലോങ് ടൈം കമ്മിറ്റ്മെന്റ് അതുപോലെ തന്നെ ഫാമിലി എനർജി ഒക്കെ നമുക്ക് 10 ഓഫ് പെന്റക്കിൾസ് ആണ്. ഈ കാർഡ് വന്നു കഴിഞ്ഞാൽ റിലേഷൻഷിപ്പ് ബ്രേക്ക് ആകാനായിട്ട് യാതൊരു ഇടയില്ല. ഫ്യൂച്ചറിൽ ഒരു ലോങ് ടൈം ബോണ്ട് കൂടുതൽ സ്ട്രെങ്തോടുകൂടി നിങ്ങൾക്ക് കിട്ടും എന്നുള്ളതാണ്. അതുപോലെ ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടാകും. ഒരു ഫാമിലി അല്ലെങ്കിൽ ഒരു ഹോം എനർജി നിങ്ങളിലേക്ക് വരും. ആ ഒരു എനർജിയിലേക്ക് വരാനായിട്ട് നിങ്ങൾക്ക് പറ്റും എന്ന് തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ നിങ്ങളോടൊപ്പം എന്നെന്നും ഈ ഒരു പേഴ്സൺ ഉണ്ടാകും എന്നുള്ളതാണ്. ഇവരിൽ നിന്ന് ഒരു സഡൻ മെസ്സേജ് അല്ലെങ്കിൽ ഒരു കോള്, ഒരു ആക്ഷൻ എന്തെങ്കിലും ഒന്ന് വരാനുള്ള ഒരു ചാൻസ് ഉണ്ട് എന്നുള്ളതാണ്. കുറച്ച് ഡിലേ ഉണ്ടായിരുന്ന നിങ്ങളിപ്പോൾ ഈ ഒരു ബ്രേക്കപ്പ് അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ നോ കോണ്ടാക്റ്റിലേക്കൊക്കെ പോയിട്ട് കുറച്ച് നാളുകളായ വ്യക്തികളെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ ആ ഒരു ഡിലേ വന്നതുകൊണ്ട് തന്നെ ഇനി ഇതിൻ്റെ ഒരു ഹോപ്പ് വേണ്ട എന്ന് പ്രതീക്ഷിച്ച് അല്ലെങ്കിൽ ആ ഒരു രീതി ചിന്തിച്ചിരിക്കുന്ന വ്യക്തികളായിരിക്കാം നിങ്ങൾ. പക്ഷെ നിങ്ങൾക്ക് സഡൻ മൂവ്മെന്റ്സ് ഉണ്ടാകും. ഒരു ഫാസ്റ്റ് കമ്മ്യൂണിക്കേഷൻ നിങ്ങളിലേക്ക് വരും എന്നുള്ളതാണ് നമുക്ക് 8 ഓഫ് വാൻഡ്സ് വഴി കിട്ടുന്ന എനർജി പറയാനായിട്ട് സാധിക്കുന്നത്. പിന്നെ അവർ ഒത്തിരി വർക്കുകൾ എഫേർട്ട് എടുക്കുന്നുണ്ട് ഈ ഒരു കണക്ഷൻ ഒന്ന് നേരെയാക്കിക്കൊണ്ട് വരാനും. ഈ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ചിലപ്പോൾ ഇവർക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഇവരുടെ മാത്രം ഒരു സമ്മതമോ കാര്യങ്ങളോ അല്ലായിരിക്കാം. ചിലപ്പോൾ ഇവരെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഇവരുടെ ഫാമിലി മെമ്പേഴ്സിന്റെയോ ആരുടെയോ ഇവരെ നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ ഇവർക്ക് ഇഷ്ടമുള്ള നിങ്ങളോടും ഇമ്പോർട്ടൻസ് നൽകുന്ന മറ്റാരുടെയെങ്കിലും ഒക്കെ ഒരു സപ്പോർട്ടോ അല്ലെങ്കിൽ അനുവാദമോ ഒക്കെ വേണമായിരിക്കാം ഇവർക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് നിലനിർത്തിക്കൊണ്ട് പോകാനായിട്ട്. അപ്പൊ അവരിലേക്കൊക്കെ ഇറങ്ങിച്ചെന്ന് അവരെയൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തിരിച്ച് ഈ ഒരു റിലേഷൻഷിപ്പിന്റെ കണക്ഷൻ വീണ്ടെടുക്കാനായിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ അങ്ങനെ ആ ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ വന്നാൽ ഈ ഒരു റിലേഷൻഷിപ്പിന് ഒരു സ്ഥിരമായിട്ട് ഇതിനെ നിലനിർത്തി കൊണ്ടുപോകാനൊക്കെ അവർ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ അവർ വർക്ക് ചെയ്ത് തുടങ്ങിയിരിക്കുന്നു. റിലേഷൻഷിപ്പ് ബാലൻസ് ചെയ്യാനായിട്ട് അവർ ശ്രമിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണുന്ന എനർജീസ്. പിന്നെ ഈ പേഴ്സണ് നിങ്ങളോടുള്ള ഫീലിങ്സ് ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വളരെ ജെന്യൂൻ ആയിട്ടുള്ള ഒരു ഫീലിങ്സ് ആണ് എന്നാണ് കാണാനായിട്ട് വരുന്നത്. അവർ നിങ്ങളിലേക്ക് വളരെയധികം ഫീലിങ്സ്, ആ ഒരു ഫീലിങ്സ് ഒരു റൊമാൻറ്റിക് ആയിട്ടുള്ള ഫീലിങ്സ് നിങ്ങളിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളതാണ് നമുക്ക് ഒരു നൈറ്റ് ഓഫ് കപ്സിലൂടെ മനസ്സിലാകുന്നത്. അതുപോലെ തന്നെ ആ ഒരു കാർഡിൽ തന്നെ നിങ്ങളോട് കുറച്ച് തെറ്റായ കാര്യങ്ങൾ അവർ ചെയ്തു പോയിട്ടുണ്ട്, അല്ലെങ്കിൽ മോശമായ വാക്കുകൾ പറഞ്ഞ് നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ എന്തൊക്കെയോ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ ഇടയിൽ നടന്നിട്ടുണ്ട്. അതിനൊരു അപ്പോളജി ചോദിക്കുക
ചോദിക്കാനും അല്ലെങ്കിൽ ഒരു കൺഫെഷൻ നടത്താനും ഒരു കുറ്റസമ്മതം നടത്താനും എൻ്റെ ഭാഗത്ത് ഇങ്ങനെ ഒരു മിസ്റ്റേക്ക് വന്നു പോയി എന്ന രീതിയിൽ സംസാരിക്കാൻ അവർ പ്ലാൻ ചെയ്യുന്നതായിട്ട് നമുക്ക് അങ്ങനെ ഒരു എനർജി കൂടി കിട്ടുന്നുണ്ട്. പിന്നെ വരുന്നത് 4 ഓഫ് വൺസ് ആണ്. 4 ഓഫ് വൺസ് നിങ്ങൾക്ക് ഓഫ് കോഴ്സ് നിങ്ങൾക്ക് അറിയാലോ, റീയൂണിയൻ, അതുപോലെ തന്നെ റീസ്റ്റാർട്ട്, സ്റ്റെബിലിറ്റി, ഇതെല്ലാം നമുക്ക് തരുന്ന ഒരു കാർഡാണ്. അപ്പം എന്തായാലും ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾ ആരെ ഓർത്തിട്ടാണോ, ഏത് റിലേഷൻഷിപ്പ് ഓർത്തിട്ടാണോ ഈ ഒരു റീഡിങ് കാണുന്നത്, ആ വ്യക്തി നിങ്ങളോട് കൂടെ എന്നും ഉണ്ടാകും എന്നുള്ളത് തന്നെ നമുക്ക് ഈ ഒരു 4 ഓഫ് വൺസിന്റെ എനർജിയിൽ വെച്ചിട്ട് പറയാൻ പറ്റും. ഒരു സെലിബ്രേഷൻ ആണ്, ആ ഒരു റിലേഷൻഷിപ്പിന്റെ സ്ട്രെങ്ത് ആകുന്നു ആ ഒരു റിലേഷൻഷിപ്പ്. അതിനുശേഷം നിങ്ങൾ തമ്മിലൊരു മീറ്റിംഗ് നടക്കും, ഒരു വളരെയധികം സെലിബ്രേഷൻ, റീകണക്ഷൻ നിങ്ങൾ തമ്മിലുണ്ടാകും. ഈവൻ ഒരു കമ്മിറ്റ്മെന്റ്സ് വൈബ് നിങ്ങളിൽ ക്രിയേറ്റ് ആകും എന്നുള്ളത് തന്നെയാണ് നമുക്ക് കിട്ടുന്ന എനർജീസ്. പിന്നെ വരുന്നത് മജീഷ്യൻ കാർഡ്. ദ റിലേഷൻഷിപ്പ് മാനിഫെസ്റ്റിംഗ്. നിങ്ങൾ ഒത്തിരി മാനിഫെസ്റ്റ് ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ ആ ഒരു മാനിഫെസ്റ്റേഷനൊക്കെ ഒരു റിവാർഡായിട്ട് നിങ്ങളിലേക്ക് വന്നു ചേരുന്നു. മാനിഫെസ്റ്റിംഗ് കണക്ഷൻ നിങ്ങളിലേക്ക് രണ്ടുപേരിലേക്കും ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അവരുടെ ഒരു ആക്ഷനും അവർക്കൊരു ആഗ്രഹവുമുണ്ട്. അപ്പൊ ആ ആഗ്രഹത്തിനനുസരിച്ച് അവരൊരു ആക്ഷൻ എടുക്കും. ആ ഒരു ആക്ഷന്റെ ഒരു പവർ കൊണ്ട് നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പ് വീണ്ടും ബിൽഡായിട്ട് ഒരു ആക്റ്റീവായി മാറും എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് വരുന്നത്. ഇപ്പോൾ എനർജി ഒരു കുറച്ച് നിങ്ങളുടെ എനർജി അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സന്റെ എനർജി ഒരു ടെമ്പററി ആയിട്ട് അവരൊന്ന് വിത്ഡ്രോ ചെയ്ത് നിൽക്കുന്നു എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ അവർ ഒരു ആക്ഷൻ എടുക്കുന്നില്ലായിരിക്കാം, സൈലന്റ് ആയിട്ട് ഇരിക്കുന്നതെന്ന് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു. ഈ 4 ഓഫ് സോൾസും അത് തന്നെയാണ് പറഞ്ഞത്. ടെമ്പററി താൽക്കാലികമായിട്ടുള്ള ഒരു സൈലൻസ് മാത്രമാണ്, ഇതൊരു എൻഡിങ് അല്ല എന്ന് നമുക്ക് വീണ്ടും ഈ 4 ഓഫ് സോൾസിലൂടെ വീണ്ടും നമുക്ക് യൂണിവേഴ്സ് പറഞ്ഞു തരികയാണ്. ഒരു ഹീലിംഗ് മോഡിലാണ് നിങ്ങളുടെ പേഴ്സണും നിങ്ങളും ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു റെസ്റ്റിംഗ് ടൈം അല്ലെങ്കിൽ വെയിറ്റിംഗ് ടൈം എന്നൊക്കെ പറയാം, കാര്യങ്ങൾ വിലയിരുത്തുന്ന ഒരു സമയം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ കമ്മ്യൂണിക്കേഷൻ കുറവാണെങ്കിൽ അതൊരു താൽക്കാലികമായിട്ടുള്ള ഒരു സൈലൻസ് മാത്രമാണ് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. പിന്നെ നമുക്ക് മാസ്റ്റർ കാർഡ് എന്ന് പറയുമ്പോഴത്തേക്കും 3 ഓഫ് കപ്സ് ആണ്. അത് റീകൺസിലേഷൻ കാർഡാണ്, ഹാപ്പിനെസിന്റെ കാർഡാണ്. അതൊരു ഫൈനലി നമുക്ക് ഹ്യൂജ് പോസിറ്റീവ് കാർഡ് തന്നെയാണ് ഈ 3 ഓഫ് കപ്സ് എന്ന് പറയുന്നത്. അത് റീയൂണിയൻ ആണ്. അതുപോലെ ഹാപ്പി മൂമെന്റ്സ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു. നിങ്ങൾ ഒത്തിരി നാളായിട്ട് പ്രതീക്ഷിച്ചിരുന്ന ആളുമായിട്ട് മീറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു അവസരം വരുന്നു. അത് വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ള ഫീലിങ്സ്, സെലിബ്രേഷൻസ്, അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് പറയാനായിട്ട് പറ്റും ഈ 3 ഓഫ് കപ്സ്. അപ്പൊ ഈ ലാസ്റ്റ് ഈ ഒരു കാർഡ് വന്നതുകൊണ്ട് തന്നെ നമുക്ക് നമ്മൾ നോക്കുന്ന ഒരു ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ പേഴ്സൺ, നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുമായുള്ള ആ ഒരു റിലേഷൻഷിപ്പ് എന്നും നിലനിൽക്കുന്നതാണോ എന്നുള്ളതാണ്. ഉറപ്പായിട്ടും ആ ഒരു വ്യക്തിയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എന്നും നിലനിൽക്കും എന്നുള്ളത് എനിക്ക് ഉറപ്പിച്ച് പറയാനായിട്ട് പറ്റും ഈ ഒരു 3 ഓഫ് കപ്സിന്റെ ഒറ്റ കാർഡ് വെച്ചിട്ട്. പിന്നെ മുകളിലേക്കുള്ള കാർഡുകൾ, നമ്മൾ കഴിഞ്ഞു വന്ന കാർഡുകളിൽ എല്ലാം തന്നെ എനർജീസ് അത് തന്നെയാണ് പറയുന്നത്. അപ്പം ചിലപ്പോൾ ഈ ഒരു ഞാനിങ്ങനെ പറയുമ്പോൾ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പ്, അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും എടുത്ത് പറയുന്നത്, ഫസ്റ്റ് നമുക്ക് കിട്ടിയ കാർഡിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് വരുന്നത് ഇത് എൻഡായി നിൽക്കുന്ന ഒരു റിലേഷൻഷിപ്പാണ്. ഇനി ഇതിനൊരു ഹോപ്പ് ഇല്ല എന്ന് വിചാരിച്ച് നിൽക്കുന്ന വ്യക്തികൾക്കാണ് കൂടുതലും ഇത് റെസിനേറ്റ് ആവുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പം അങ്ങനെ നിൽക്കുന്നവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ സാഹചര്യങ്ങളിൽ, സിറ്റുവേഷൻസിൽ, അല്ലെങ്കിൽ ചില വ്യക്തികൾ എടുത്ത തീരുമാനങ്ങളിലൊക്കെ, ചിലപ്പോൾ നിങ്ങളുടെ ഫാമിലീസ് ആയിരിക്കാം അല്ലെങ്കിൽ അവരുടെ ഫാമിലിയിലുള്ളവരായിരിക്കാം, ഇതിനെതിരെ നിന്ന വ്യക്തികളൊക്കെ ചിലപ്പോൾ പെട്ടെന്ന് അവരുടെ മനസ്സ് മാറിക്കൊണ്ട് പെട്ടെന്നൊരു തീരുമാനം എടുത്ത് നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിൽ പോസിറ്റീവായിട്ടുള്ള ഒരു തീരുമാനവുമായിട്ട് മുന്നോട്ട് വരിക. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് ഉടനെ സംഭവിക്കും എന്ന് തന്നെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. സഡൻ ആയിട്ട് അത് വരുമെന്നാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. പിന്നെ 3 ഓഫ് കപ്സിന്റെ എനർജിയിൽ തന്നെ നമുക്ക് റീകൺസിലേഷൻ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നെ 4 ഓഫ് വാൻഡ്സ്, റീയൂണിയൻ, അതോ സ്റ്റെബിലിറ്റിയോട് കൂടിയ ഒരു റീയൂണിയൻ ആണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. വളരെയധികം നൈറ്റ് ഓഫ് കപ്സ് റൊമാൻറ്റിക് ആണ്. റൊമാൻറ്റിക് ഫീലിങ്സ് നിങ്ങളോട് ഈ ഒരു സമയത്ത് ആ ഒരു പേഴ്സൺ തോന്നുന്നു. അതുപോലെ 8 ഓഫ് പെന്റക്കിൾസ് എന്ന് പറഞ്ഞാൽ ഒത്തിരി കണക്ഷൻസ് ആണ്. പിന്നെ 8 ഓഫ് വാൻഡ്സ് തന്നെ ഫാസ്റ്റ് കമ്മ്യൂണിക്കേഷൻ ആണ് നിങ്ങൾക്ക് കിട്ടാനായിട്ട് പോകുന്നത്. പെട്ടെന്ന് തന്നെ ഒരു കമ്മ്യൂണിക്കേഷൻ, ഈ ഒരു ഡിലേ ഓക്കെ, ഓൾറെഡി ഒരു ഗ്യാപ്പ് വന്നിട്ടുണ്ടാകാം, എങ്കിൽ കൂടിയും പെട്ടെന്ന് ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. പഴയ ഒത്തിരി പ്രശ്നങ്ങൾ നിങ്ങൾ തമ്മിൽ ഉണ്ടായിരിക്കാം, ഒത്തിരി കാര്യങ്ങൾ, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ പറയുന്ന നിങ്ങളുമായിട്ട് ഒരു വൈബും ഇല്ലാത്ത രീതിയിൽ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ആ ഒരു പേഴ്സണെ കുറിച്ച് ഫീൽ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ആ ഒരു പേഴ്സണ് നിങ്ങളുമായിട്ട് ഒരിക്കലും ചേർന്ന് പോകാനായിട്ട് കഴിയില്ല എന്ന രീതിയിൽ ഫീൽ ചെയ്യുന്നുണ്ടാകാം. അങ്ങനെയൊക്കെ തോന്നി ആ ഒരു സമയത്തായിരിക്കാം നിങ്ങൾ ഇതൊരു ബ്രേക്കപ്പിലേക്കോ നോ കോണ്ടാക്റ്റിലേക്കൊക്കെ പോയിട്ടുണ്ടാകാം. എന്നാൽ ഇപ്പോൾ കുറേയേറെ മാറ്റങ്ങൾ വന്നിരിക്കുന്നു, ഒരു ട്രാൻസ്ഫർമേഷൻ എനർജിയിലേക്ക് അവർ മാറിയിരിക്കുന്നു. ആ ഒരു എനർജിയിൽ നിന്ന് ഒരു റീസ്റ്റാർട്ടിലേക്ക് വരാനായിട്ട് അവർക്ക് സാധിച്ചിരിക്കുന്നു. വീണ്ടും ആ ഒരു റിലേഷൻഷിപ്പ് ഒന്നാകും, ഒരു കമ്മ്യൂണിക്കേഷൻ, ഒരു റീകൺസിലേഷൻ ഉണ്ടാകും, ഒരു ലോങ് ടൈം സ്റ്റെബിലിറ്റി
അതായത് മാരേജ് തന്നെയാണ് നമുക്കിവിടെ ഒരു എനർജി പറയുകയാണെങ്കിൽ മാരേജ് എനർജി വരെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഡെത്ത് കാർഡ്, അതുപോലെ വീൽ ഓഫ് ഫോർച്യൂൺ, 10 ഓഫ് പെന്റിക്കിൾസ്, 4 ഓഫ് വാൻഡ്സ്, ഈ ഒരു കാർഡുകൾ ഒന്നും തന്നെ എൻഡ് ആകാത്ത ഒരു റിലേഷൻഷിപ്പിന്റെ ബന്ധത്തെയാണ് നമ്മൾ കാണിക്കുന്നത്. ഒരു എൻഡ് ആകില്ല. ഈ ഒരു കാർഡുകൾ നമ്മുടെ ഇതിനകത്ത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഈ ഒരു റിലേഷൻഷിപ്പ് എൻഡ് ആകില്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാനായിട്ട് സാധിക്കുന്ന കാർഡുകളാണ് ഈ ഒരു കാർഡുകൾ എന്ന കാര്യം മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഈ ഒരു റീഡിങ്ങിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. നമുക്ക് കുറച്ച് ക്ലൂസും കൂടെ എടുത്ത് നോക്കാം. ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിംഗ്. ഓക്കെ, ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിംഗ്. ഓക്കെ, ഫസ്റ്റ് ക്ലൂ നമുക്ക് കിട്ടിയിരിക്കുന്നത് എബ്രോഡ് എന്ന് പറയുന്നൊരു ക്ലൂ ആണ്. അതുപോലെ 2002, 1988, ടാറ്റു ഓൺ നെക്ക്, ലെറ്റർ കെ, 639 എന്ന് പറയുന്ന ഏഞ്ചൽ നമ്പർ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. സെൻസ് ഓഫ് ഹ്യൂമർ, നവംബർ മന്ത്, നമ്പർ 22, നമ്പർ 12, യു ക്യാൻ ട്രസ്റ്റ് എന്ന് പറയുന്നൊരു ക്ലൂ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. സെപ്റ്റംബർ മന്ത് നമുക്ക് കിട്ടുന്നുണ്ട്. 1990 എന്ന് പറയുന്നൊരു വർഷം കിട്ടുന്നുണ്ട്. ലോയർ, ടീ ലവർ, സെൻസിറ്റീവ്, ക്രൈസ് ഓൺ വെഹിക്കിൾസ്, ടാറ്റു ഓൺ ഹാൻഡ്സ്, മ്യൂസിക് എന്ന് പറയുന്നൊരു ക്ലൂ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. 1998, ലോങ് ഹെയർ, ടുഡേ എന്ന് പറയുന്നൊരു പോസിബിലിറ്റി ആണ് നമുക്കിവിടെ കിട്ടുന്നത്. ലോങ് നെയിൽ, ഓറഞ്ച് കളർ, ഫിസിക്കൽ ഫിറ്റ്നസ് എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടുന്നുണ്ട്. ഫോട്ടോഗ്രാഫി, കെയറിങ്, പെയിൻറ്റിങ്. അപ്പോൾ ഇത്തരം ക്ലൂസ് ആണ് നമുക്കിവിടെ ഈ റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു റീഡിങ്ങും അതുപോലെ തന്നെ ക്ലൂസും ഒക്കെ നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.